എല്ലാ സുഹൃത്തുക്കൾക്കും ടെല്ലിംഗ് ഹിസ്റ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം അനീഷ് റോബിൻസൺ. ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മരിച്ചുപോയ ഒരാൾക്ക് മറ്റൊരു ശരീരത്തിൽ ഈ ലോകത്തിലേക്ക് വീണ്ടും തിരികെ വരാൻ കഴിയുമെന്ന് നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണോ? എങ്കിൽ നിങ്ങളിന്ന് ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സംഭവ കഥയെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി ഒരുപാട് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു സംഭവമാണിത്. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് പുനർജന്മത്തിനുള്ള ഏറ്റവും ശക്തമായ തെളിവുകളിലൊന്നായി ചിലർ ഇതിനെ കാണുന്നു. എന്നാൽ മറുഭാഗത്ത് ഇത് കേവലം ആകസ്മികമായി സംഭവിച്ച കാര്യങ്ങളാണെന്നും അതല്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മാനസികമായ തോന്നലുകൾ മാത്രമാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ കഥ വിചിത്രമായ ആചാരങ്ങളെക്കുറിച്ചോ ദുരൂഹമായ ലോകത്തെക്കുറിച്ചോ ഒന്നുമല്ല, മറിച്ച് ഒരു ദാരുണമായ അപകടത്തിൽ തങ്ങളുടെ 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൻ്റെ കഥയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുകയും ആ കുട്ടികൾ കാണിക്കുന്ന ചില പ്രത്യേകതകൾ കാരണം മുമ്പ് കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയ തങ്ങളുടെ ആ പഴയ കുട്ടികൾ തന്നെയാണോ ഈ പുനർജനിച്ചിരിക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ശരിക്കും ഈ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് കേവലം യാദൃച്ഛികമാണോ, പുനർജന്മമാണോ, അതോ ഇതിനു പിന്നിൽ വിശ്വസിക്കാൻ കഴിയുന്ന മറ്റെന്തെങ്കിലും വിശദീകരണങ്ങളുണ്ടോ എന്നൊക്കെ നമുക്കിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ പരിശോധിക്കാം. ഇത്തരം ത്രില്ലടിപ്പിക്കുന്ന ആകാംക്ഷാഭരിതമായ നിരവധി വീഡിയോകൾ നിങ്ങൾക്കൊരിക്കലും മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ ടെല്ലിംഗ് ഹിസ്റ്ററി എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇംഗ്ലണ്ടിലെ ഹെക്സാമിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ജോൺ പൊളോക്ക്, ഫ്ലോറൻസ് പൊളോക്ക് എന്നിവരായിരുന്നു ആ ദമ്പതികൾ. ഈ ദമ്പതികൾക്ക് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ആൺകുട്ടികളുടെ പേരുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്നാൽ 2 പെൺകുട്ടികളുടെ പേരുകൾ ലഭ്യമാണ്. ഒരാളുടെ പേര് ജോവാന, അവൾക്ക് 11 വയസ്സുണ്ട്. രണ്ടാമത്തെയാൾ ജാക്വലിൻ, അവൾക്ക് 6 വയസ്സുമാണ് പ്രായം. തീവ്ര കത്തോലിക്ക വിശ്വാസികളായ പൊളോ കുടുംബം വളരെ ദൈവഭയമുള്ളവരായാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവർ കുടുംബത്തോടെ മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു. ഹെക്സാമിൽ വളരെ ലളിതമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഉപജീവനത്തിനായി ജോണും ഫ്ലോറൻസും ചേർന്ന് പശുവിൻ പാൽ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഒരു ഡെലിവറി ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. അവർ നേരിട്ടാണ് ആളുകളുടെ വീട്ടിൽ പാലെത്തിച്ചിരുന്നത്. തിരക്ക് പിടിച്ച ജോലി തിരക്കുകൾ കാരണം അന്നേരം വളരെ ചെറിയ കുട്ടികളായിരുന്ന ജോവാനയെയും ജാക്വലിനെയും അവർ ഇടയ്ക്കിടെ മുത്തശ്ശിയെ ഏൽപ്പിച്ചാണ് പോയിരുന്നത്. ജോവാനയും ജാക്വലിനും തമ്മിൽ 5 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ജോവാന മൂത്തയാളും ജാക്വലിൻ ഏറ്റവും ഇളയ കുട്ടിയുമായിരുന്നു. അവർ പരസ്പരം പിരിയാൻ കഴിയാത്തത്ര അടുപ്പമുള്ളവരായിരുന്നു. ഒരേ സമയം സഹോദരിമാരായും നല്ല കൂട്ടുകാരായും അവർ വളർന്നു. മൂത്തയാളായ ജോവാന പലപ്പോഴും അനിയത്തിക്ക് ഒരു കൊച്ചു അമ്മയെ പോലെയായിരുന്നു. ജാക്വലിൻ്റെ എല്ലാ കാര്യങ്ങളും ജോവാന ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ജോവാനയിൽ നിന്ന് വ്യത്യസ്തമായി ഇളയ കുട്ടിയായ ജാക്വലിൻ കുറച്ചുകൂടി കൊഞ്ചു വളരുന്ന കുസൃതിക്കാരിയായിരുന്നു. കൂടുതൽ പ്രസരിപ്പുള്ളവളും അല്പം അശ്രദ്ധയും കുസൃതിയും ഉള്ളതിനാൽ പലപ്പോഴും തനിയെ തട്ടി വീഴുന്ന സ്വഭാവം പോലും അവൾക്കുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഓടിയാൽ വീഴും, നടക്കുമ്പോൾ എവിടെയെങ്കിലും പോയി തട്ടും. അങ്ങനെ വളരെ അശ്രദ്ധമായ ഒരു കുട്ടി. ഇത്തരം അശ്രദ്ധ കാരണം ഒരിക്കൽ ജാക്വലിന് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വീടിൻ്റെ മുറ്റത്ത് സൈക്കിൾ ചവിട്ടി കളിക്കുകയായിരുന്ന അവൾ ടയർ വല്ല കല്ലിലോ ചെറിയ കുഴിയിലോ കയറിയതാണോ എന്നറിയില്ല, പെട്ടെന്ന് ബാലൻസ് തെറ്റി അവൾ സൈക്കിളിൽ നിന്ന് താഴെ വീണു. നിർഭാഗ്യവശാൽ ജാക്വലിൻ്റെ തല ഒരു ഇരുമ്പ് ബക്കറ്റിൽ ചെന്ന് ശക്തിയായി ഇടിച്ചു. അവളുടെ നെറ്റിയുടെ വലതുഭാഗത്ത് നിന്ന് രക്തം വരാൻ തുടങ്ങുകയും അത് ആഴത്തിലുള്ള ഒരു മുറിവായി മാറുകയും ചെയ്തു. ആ മുറിവിൻ്റെ പാട് പിന്നീടുള്ള വർഷങ്ങളിൽ അവളുടെ നെറ്റിയിൽ കൃത്യമായി കാണാമായിരുന്നു. വളരെ കുഞ്ഞായിരുന്നത് മുതൽ തന്നെ ജോവാനയും ജാക്വലിനും തമ്മിൽ വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധമുണ്ടായിരുന്നു.
നേരത്തെ 4 ആൺകുട്ടികൾ മാത്രമുണ്ടായിരുന്ന പൊളോ കുടുംബത്തിലേക്ക് ഈ 2 പെൺകുട്ടികളുടെ വരവ് വലിയ സന്തോഷവും പുതിയൊരു വെളിച്ചവുമാണ് കൊണ്ടുവന്നത്. കാരണം ഒന്നാമത്തെ മൂത്ത കുട്ടി മുതൽ 4ാമത്തെ കുട്ടി വരെ ആൺകുട്ടികൾ മാത്രമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ ആ വീടിൻ്റെ മാലാഖമാരെ പോലെയായിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിൽ പൊള്ളോ കുടുംബത്തിൻ്റെ ജീവിതഗതിയെ തന്നെ സാവധാനം മാറ്റിമറിച്ച ഒരു ദാരുണമായ സംഭവം നടന്നു. 1957 ഒരു രാത്രിയിലാണ് ആ സംഭവങ്ങളുടെ തുടക്കം. ശാന്തമായിരുന്ന ആ രാത്രിയിൽ പെട്ടെന്ന് കിടപ്പറയിൽ നിന്ന് തൻ്റെ മക്കളിൽ ഒരാളായ ആൺകുട്ടിയുടെ ഭയന്നുള്ള നിലവിളി കേട്ടാണ് പിതാവായ ജോൺ പൊള്ളോക്ക് ഞെട്ടി ഉണരുന്നത്. ജോൺ വേഗം മുറിയിലേക്ക് എത്തി നോക്കുമ്പോൾ മകൻ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടു. പരിഭ്രാന്തി നിറങ്ങിയ മുഖത്തോടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ഭയം കൊണ്ട് അവൻ പൂർണ്ണമായും വീർത്തു കുളിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ അവനോട് കാര്യം അന്വേഷിച്ചു. എന്തു പറ്റി മകനെ, എന്താണ് കാര്യം? വിറയ്ക്കുന്ന ശബ്ദത്തോടെ മകൻ മറുപടി പറഞ്ഞു, പപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നില്ല, ശരിക്കും നടന്നതുപോലെ തോന്നി. എനിക്ക് പേടിയാകുന്നു പപ്പ. നീ എന്താണ് സ്വപ്നം കണ്ടത് എന്ന് ജോൺ ചോദിച്ചു. നമ്മുടെ കുടുംബത്തിന് വലിയൊരു അപകടം സംഭവിക്കുമെന്നാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തോ ഒരു ദുരന്തം നമ്മളെ തേടിയെത്തും പപ്പ, അവൻ പറഞ്ഞു. ജോൺ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഹേയ്, സാരമില്ല, അതൊരു സ്വപ്നം മാത്രമാണ്. നമുക്ക് ഒരു അപകടവും വരില്ല. ഇനി ശാന്തമായി കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞ് മകനെ സമാധാനിപ്പിച്ച് ഉറക്കിയെങ്കിലും ജോണിന് പിന്നീട് തിരികെ പോയി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ വർക്ക് റൂമിലേക്ക് പോയി ഏറെ നേരം ചിന്തിച്ചിരുന്നു. മകൻ്റെ മുന്നിൽ ശാന്തനായിരുന്നുവെങ്കിലും ജോണിൻ്റെ മനസ്സിനുള്ളിൽ അവൻ പറഞ്ഞ വാക്കുകൾ വലിയൊരു ഭയം സൃഷ്ടിച്ചിരുന്നു. തങ്ങളുടെ കുടുംബത്തിന് വരാൻ പോകുന്ന ആ വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള വാക്കുകൾ ജോൺ അതിനെക്കുറിച്ച് തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ തോന്നിയത്? ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി വിചിത്രമായി അനുഭവപ്പെടാൻ തുടങ്ങി. ഇത്തവണ ആ അസ്വാഭാവികത കാണിച്ചത് അവരുടെ പെൺമക്കളിൽ മൂത്തവളായ 11 വയസ്സുള്ള ജോവാനയായിരുന്നു. ജോവാന പെട്ടെന്ന് വിചിത്രമായ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ഒരു വലിയ സ്ത്രീയായി വളരില്ല. ഐ വിൽ ബി നെവർ എ ലേഡി. അവൾ എപ്പോഴും ഈ വാചകം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ഇതൊരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ വെറുമൊരു വാക്കായേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. എന്നാൽ ജോണിന് ജോവാനയുടെ വാക്കുകളിൽ എന്തോ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. താൻ ഒരിക്കലും ഒരു മുതിർന്ന സ്ത്രീയായി വളരില്ലെന്ന് അവൾക്ക് മുൻകൂട്ടി അറിയാവുന്നതുപോലെയായിരുന്നു അത്. ഇതെല്ലാം ജോണിനെ കൂടുതൽ ചിന്തിപ്പിച്ചു. എൻ്റെ മക്കൾക്കിതെന്തു പറ്റി? കഴിഞ്ഞ ദിവസം മകൻ പറയുന്നു കുടുംബത്തിനെന്തോ ദുരന്തം വരുമെന്ന്. ഇപ്പോൾ മകൾ പറയുന്നു അവൾ വളർന്നു വലുതാകില്ലെന്ന്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ചിന്തകൾ ജോണിൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങിത്തിരിഞ്ഞു. അന്നു മുതൽ അവൻ്റെ മനസ്സിൽ അജ്ഞാതമായ ഒരു ഭയം വേട്ടയാടാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1957 മെയ് 5 ഞായറാഴ്ച രാവിലെ പതിവ് പോലെ പൊള്ളോ കുടുംബം പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പുറപ്പെടുന്നതിന് മുമ്പ് ജോണും അവൻ്റെ 4 ആൺമക്കളും ചേർന്ന് വീടുകളിൽ പാൽ വിതരണം ചെയ്യുന്ന തിരക്കിലായിരുന്നു. അമ്മയായ ഫ്ലോറൻസ് വീട്ടിലെ പണികൾ ചെയ്തു തീർക്കുകയായിരുന്നു. ഈ സമയത്ത് നന്നായി ഒരുങ്ങിയിരുന്ന ജോവാനയ്ക്കും ജാക്വലിനും പള്ളിയിൽ പോകാൻ ഒട്ടും ക്ഷമയില്ലാതെയായി. അവർ അമ്മയോട് അനുവാദം ചോദിച്ചു. അമ്മ, ഞങ്ങൾ കുറച്ചു നേരത്തെ ഇറങ്ങിക്കോട്ടെ, എങ്കിൽ പള്ളിയിലെ അൾത്താരയ്ക്ക് മുന്നിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് അധികം ദൂരമില്ലാതിരുന്നതിനാൽ അമ്മ ഫ്ലോറൻസ് അത് സമ്മതിച്ചു. ശരി മക്കളെ, പൊയ്ക്കോളൂ, പക്ഷേ സൂക്ഷിച്ചു പോകണം. നടപ്പാതയിലൂടെ മാത്രമേ നടക്കാവൂ, ഓടാൻ പാടില്ല. ജോവാന, നീ അനിയത്തിയെ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പള്ളിയിലെത്തും. ശരിയമ്മ, അപ്പോൾ നമുക്ക് പള്ളിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ആ 2 പെൺകുട്ടികൾ സന്തോഷത്തോടെ വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ ജോവാനയും ജാക്വലിനും പള്ളിയിലേക്ക് നടന്നു. അന്ന് ജോവാനയ്ക്ക് 11 വയസ്സും ജാക്വലിന് 6 വയസ്സുമായിരുന്നു പ്രായം.
പള്ളിയിലേക്കുള്ള വഴിമധ്യേ അവർ തങ്ങളുടെ കളിക്കൂട്ടുകാരനായ ആൻ്റണിയെ കണ്ടുമുട്ടി. 9 വയസ്സായിരുന്നു അവൻ്റെ പ്രായം. ആൻ്റണിയും പള്ളിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ മൂവരും കൈകോർത്ത് പിടിച്ച് നടപ്പാതയിലൂടെ നടന്നു നീങ്ങി. എന്നാൽ അധികം വൈകാതെ അവർക്ക് തൊട്ടു പിന്നിലൂടെ ഒരു കാർ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് പാഞ്ഞു വന്നു. അത് നേരെ അവർ നടന്നു പോകുന്ന നടപ്പാതയിലേക്ക് കയറി വരികയായിരുന്നു. ആ 3 കുട്ടികൾക്ക്, അതായത് ജോവാനയ്ക്കും ജാക്വലിനും ആൻ്റണിക്കും പിന്തിരിഞ്ഞു നോക്കാനോ മാറി നിൽക്കാനോ പോലും സമയം ലഭിച്ചില്ല. കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിനുള്ളിൽ ആ കാർ 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ശരീരത്തിലേക്ക് ക്രൂരമായി പാഞ്ഞു കയറി അവരെ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. ജോവാനയും ജാക്വലിനും നടപ്പാതയിലെ മറ്റൊരു സൈഡിലേക്ക് തെറിച്ചു വീണു. ആൻ്റണി ആകട്ടെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് തെറിച്ചു വീണത്. ജോവാനയും ജാക്വലിനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ആൻ്റണി ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയും അവൻ ജീവൻ വെടിഞ്ഞു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു എന്ന് വ്യക്തമായി. അമിത അളവിൽ മരുന്ന് കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് അവൾ അത്രയും അമിത വേഗതയിൽ വാഹനം ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാർ അവളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. അതിനാലാണ് അവൾ അത്രയും ക്രൂരമായി ആ കുട്ടികളുടെ ഇടയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയത്. എന്നാൽ ഏറെ ദാരുണമായ ഒരു കാര്യമെന്തെന്നാൽ ആ സ്ത്രീക്ക് ജയിൽ ശിക്ഷയൊന്നും ലഭിച്ചില്ല. അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് അവരെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയക്കുക മാത്രമാണ് ചെയ്തത്. ഇരയുടെ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ചും പൊളോക്ക് കുടുംബത്തിന് ഈ വിധി ഒട്ടും നീതിയുക്തമായിരുന്നില്ല. കാരണം ഒരൊറ്റ പ്രഭാതം കൊണ്ട് ജോണിനും ഫ്ലോറൻസിനും തങ്ങളുടെ 2 പെൺമക്കളെയും ഒരുമിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. 4 ആൺകുട്ടികൾ ഉണ്ടായിരുന്ന അവർക്ക് ആറ്റുനോറ്റ 2 പെൺമക്കളും അവർക്ക് ഒരുമിച്ച് നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിനു ശേഷം ഏതാണ്ട് ആഴ്ചകൾ മുമ്പേ ജോവാന പറഞ്ഞ ആ വാക്കുകൾ ജോൺ പെട്ടെന്ന് ഓർത്തെടുത്തു. ഐ വിൽ നെവർ ബി എ ലേഡി. ഞാൻ ഒരിക്കലും ഒരു വലിയ സ്ത്രീയായി വളരില്ല. അത് അക്ഷരം പ്രതി സത്യമായി മാറി. ഒരു മുതിർന്ന സ്ത്രീയാകുന്നതിന് മുന്നേ തന്നെ ജോവാനയുടെ ജീവിതം അവസാനിച്ചു. ജോൺ ആകെ തളർന്നുപോയി. എൻ്റെ മക്കൾ അന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതായിരുന്നോ എന്ന് അവൻ സ്വയം ചിന്തിച്ചു. ജോവാനയുടെയും ജാക്വലിൻ്റെയും വേർപാട് പൊളോ കുടുംബത്തിൽ ഉണങ്ങാത്ത വലിയൊരു മുറിവാണ് ഉണ്ടാക്കിയത്. അന്നു മുതൽ ആ വീടിൻ്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറിപ്പോയി. ജോണും ഫ്ലോറൻസും ഈ വലിയ ദുരന്തത്തെ നേരിട്ടത് വ്യത്യസ്ത രീതികളിലായിരുന്നു. മക്കളിപ്പോൾ ഇതിലും നല്ലൊരു ലോകത്താണുള്ളതെന്ന് വിശ്വസിച്ച് ഫ്ലോറൻസ് തൻ്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചു. എന്നാൽ പിതാവായ ജോണാകട്ടെ തൻ്റെ മക്കളുടെ ഓർമ്മകളിൽ കൂടുതൽ മുഴുകി പോവുകയാണ് ചെയ്തത്. അവൻ വർക്ക് റൂമിൽ തനിയെ അടച്ചിരിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുമ്പോൾ താൻ ജോവാനയോടും ജാക്വലിനോടും കൂടുതൽ അടുത്താണെന്ന് അവന് തോന്നി. തൻ്റെ 2 മക്കളുടെയും ആത്മാക്കൾ ഇപ്പോഴും ആ വീട്ടിൽ തങ്ങളോടൊപ്പം ഉണ്ടെന്ന് ജോൺ ഉറച്ചു വിശ്വസിച്ചു. അത് എത്രത്തോളമാണെന്നാൽ അവരുടെ കല്ലറയിലേക്ക് പോകാൻ പോലും അവൻ മടിച്ചു. കാരണം അവൻ്റെ ഉള്ളിൽ തൻ്റെ 2 മക്കളും ഇല്ലാതായി എന്ന് വിശ്വസിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ മക്കളായ ജോവാനയും ജാക്വലിനും ഒരു ദിവസം ഇങ്ങോട്ട് തന്നെ തിരികെ വരും. നമ്മുടെ കുടുംബത്തിലൂടെ തന്നെ അവർ ഈ ലോകത്തിലേക്ക് വീണ്ടും പുനർജനിക്കും എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ജോൺ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ് അവൻ അത്രത്തോളം ആഴത്തിൽ അത് വിശ്വസിച്ചത്? അതിനു കാരണം പണ്ട് മുതലേ താൻ വിശ്വസിച്ചിരുന്ന മതപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിശ്വാസം ജോൺ പൊളോക്കിനുണ്ടായിരുന്നു. പുനർജന്മത്തിൽ, അതായത് ഒരാൾ മരിച്ചതിന് ശേഷം വീണ്ടും പുനർജനിക്കുമെന്ന ആശയത്തിൽ അവൻ വിശ്വസിച്ചിരുന്നു. ജോണിന് 9 വയസ്സുള്ളപ്പോൾ വായിക്കാനിടയായ ഒരു നോവലിൽ നിന്നാണ് ഈ വിശ്വാസത്തിൻ്റെ തുടക്കം. അന്ന് ആ നോവലിൽ പുനർജന്മത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ ആശയം ജോണിനെ വല്ലാതെ പ്രലോഭിപ്പിച്ചു. 9-ാം വയസ്സിൽ മനസ്സിൽ കയറിയ ആ ചിന്ത മുതിർന്നപ്പോഴും അവൻ്റെ മനസ്സിനെ വിട്ടുപോയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ദൈവഭക്തനായിരുന്നിട്ട് പോലും മരണശേഷമുള്ള സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള പള്ളിയുടെ പഠിപ്പിക്കലുകളെ ജോൺ എപ്പോഴും ചോദ്യം ചെയ്തിരുന്നു. ജോണിൻ്റെ അഭിപ്രായത്തിൽ ധാർമ്മികമായി ആ ആശയം യുക്തിക്ക് നിരക്കാത്തതായിരുന്നു. ഒരിക്കൽ മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് നരകത്തിൽ വീണാൽ എന്നേക്കുമായി ശിക്ഷിക്കപ്പെടും എന്ന് അംഗീകരിക്കാൻ അവന് കഴിഞ്ഞില്ല.
അതിനു കാരണം വീണ്ടും ജനിക്കുന്നതിലൂടെ തെറ്റുകൾ തിരുത്താനും വളരാനും ദൈവം മനുഷ്യൻ്റെ ആത്മാവിന് രണ്ടാമതൊരു അവസരം കൂടി നൽകുമെന്ന് അവൻ വിശ്വസിച്ചു. പുനർജന്മത്തിൽ അത്രയധികം വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ എല്ലാ രാത്രിയിലും അവൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദൈവമേ, പുനർജന്മം സത്യമാണെന്നതിന് എനിക്ക് വ്യക്തമായ തെളിവുകളും അടയാളങ്ങളും നൽകണമേ. അങ്ങനെ എൻ്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കട്ടെ. ഇതായിരുന്നു അവൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥന. എന്നാൽ പുനർജന്മം എന്ന ആശയത്തോട് ഒരുതരം ഭ്രമം പുലർത്തിയിരുന്ന ജോണിൽ നിന്ന് വ്യത്യസ്തമായി ഭാര്യ ഫ്ലോറൻസ് ഇതിനെയെല്ലാം തികഞ്ഞ സംശയത്തോടെയാണ് കണ്ടത്. ദൈവഭയമുള്ളവളായ ഫ്ലോറൻസ് തൻ്റെ മതത്തിൻ്റെ തത്വചിന്തകൾ പൂർണ്ണമായും പിന്തുടരുന്ന ആളായിരുന്നു. കത്തോലിക്ക സഭ പുനർജന്മത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഫ്ലോറൻസും അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോണും ഫ്ലോറൻസും തമ്മിലുള്ള ബന്ധം ഒത്തൊരുമയുള്ളതും പരസ്പരം സ്നേഹമുള്ളതുമായിരുന്നു. അവർ ഒത്തൊരുമയോടെ പരസ്പരം പിന്തുണച്ച് മുന്നോട്ട് പോയി. ജോൺ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ഫ്ലോറൻസ് അതിൽ വിശ്വസിക്കുന്നില്ലെന്നും രണ്ടുപേർക്കും അറിയാമായിരുന്നു. കുട്ടികൾ ദാരുണമായി നഷ്ടപ്പെട്ടതിൻ്റെ വേദന ജോൺ മാറ്റിയിരുന്നത് തൻ്റെ മക്കളായ ജോവാനയും ജാക്വലിനും വീണ്ടും ജനിക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷയും വിശ്വാസവും കൊണ്ട് മാത്രമാണ്. ദുരന്തം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ജോൺ ഒരു കാര്യം വെളിപ്പെടുത്തി. തനിക്ക് പെട്ടെന്നൊരു ദിവ്യദർശനം ഉണ്ടായതായി അവൻ അവകാശപ്പെട്ടു. ജോവാനയെയും ജാക്വലിനെയും താൻ സ്വപ്നത്തിൽ കണ്ടു എന്നായിരുന്നു അവൻ പറഞ്ഞത്. തൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിയ ഉത്തരമാണിതെന്നും ദൈവം തീർച്ചയായും അവരെ ഇങ്ങോട്ട് തന്നെ തിരികെ അയക്കുമെന്നും അവർ ഉടൻ തന്നെ പുനർജനിക്കുമെന്നും അവൻ ഇതോടെ കൂടുതൽ വിശ്വസിച്ചു. ദിവ്യദർശനം ലഭിച്ചതാണോ അതോ അവൻ്റെ വെറുമൊരു ആഗ്രഹമാണോ എന്നറിയില്ല. തനിക്കിനി വീണ്ടും കുട്ടികളുണ്ടാകുമെന്ന ഒരു തോന്നൽ ജോണിനുണ്ടായി. പ്രിയപ്പെട്ടവളെ, വൈകാതെ നീ ഇരട്ട കുട്ടികളെ ഗർഭം ധരിക്കും. അവർ ജോവാനയുടെയും ജാക്വലിൻ്റെയും പുനർജന്മമായിരിക്കും. ഇത് കേട്ടതും ഫ്ലോറൻസിന് കടുത്ത ദേഷ്യവും വിഷമവും വന്നു. അവൾ ജോണിനോട് കയർത്തു. നിങ്ങൾക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? നമ്മുടെ മക്കൾ മരിച്ചിട്ട് അധികം നാളായില്ല. അതിനിടയിൽ അടുത്ത കുട്ടികളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയുന്നു? പോരാത്തതിന് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇതുവരെ ഇരട്ട കുട്ടികൾ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇരട്ട കുട്ടികൾ ഉണ്ടാകാനാണ്? ജോവാനയും ജാക്വലിനും തിരികെ വരുമെന്നോ? ദയവ് ചെയ്ത് ഇത്തരം വട്ടത്തരങ്ങൾ പറയുന്നതൊന്ന് നിർത്തൂ. എനിക്കിത് കേൾക്കാൻ പോലും ഇഷ്ടമല്ല. ഫ്ലോറൻസ് തൻ്റെ ദേഷ്യത്തിൻ്റെ പരമാവധിയിലെത്തി നിൽക്കുകയായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ജോൺ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി സംഭവിക്കാനുണ്ടായത്. ജോവാനയുടെയും ജാക്വലിൻ്റെയും വേർപാടിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഫ്ലോറൻസ് വീണ്ടും ഗർഭിണിയായി. ആ വാർത്ത കേട്ടതും ജോൺ വലിയ സന്തോഷത്തിലായി. പുനർജന്മത്തെക്കുറിച്ചുള്ള തൻ്റെ വിശ്വാസങ്ങൾ സത്യമാകാൻ അവൻ പ്രാർത്ഥിക്കുകയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ കാലത്ത്, അതായത് 1957-കളിൽ ഗർഭസ്ഥ ശിശുവിനെ പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഇന്നത്തെ പോലെ വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കാനിംഗ് സാധാരണമായിരുന്നില്ല. അതിനാൽ ഗർഭപാത്രത്തിൽ ഒരു കുട്ടിയാണോ രണ്ടാണോ ഉള്ളതെന്ന് ഡോക്ടർക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കേട്ട് മാത്രമാണ് കുട്ടികളുടെ എണ്ണം കണക്കാക്കിയിരുന്നത്. എന്നാൽ നിന്റെ വയറ്റിൽ ഇരട്ട കുട്ടികളാണെന്ന് ജോൺ പലതവണ പറഞ്ഞപ്പോഴും ഫ്ലോറൻസ് അവനോട് പറഞ്ഞു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഹൃദയമിടിപ്പല്ലേ കേട്ടത്, അതിനാൽ ഇത് ഇരട്ട കുട്ടികളൊന്നുമല്ല. പക്ഷേ ജോൺ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഫ്ലോറൻസും അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു മടുത്തു. ഒടുവിൽ 9 മാസങ്ങൾക്ക് ശേഷം 1958 ഒക്ടോബർ 4 ഫ്ലോറൻസ് പ്രസവിച്ചു. വീടുകളിൽ പ്രസവ ശുശ്രൂഷ നൽകുന്ന ഒരു മിഡ്വൈഫിൻ്റെ സഹായത്തോടെ വീട്ടിൽ വച്ചായിരുന്നു ഫ്ലോറൻസിൻ്റെ പ്രസവം. ആദ്യം ഒരു പെൺകുഞ്ഞ് പുറത്തു വന്നു. മിഡ്വൈഫ് പറഞ്ഞു, അമ്മയ്ക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി മുറിക്കാൻ തുടങ്ങവേ ഫ്ലോറൻസിന് വീണ്ടും പ്രസവവേദന അനുഭവപ്പെട്ടു. അധികം വൈകാതെ രണ്ടാമതൊരു പെൺകുഞ്ഞു കൂടി പുറത്തു വന്നു. അതെ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫ്ലോറൻസ് ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകി. പൊളോ കുടുംബത്തിൻ്റെ പരമ്പരയിൽ മുമ്പ് ആർക്കും ഇരട്ട കുട്ടികൾ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ഡോക്ടറുടെ പരിശോധനയിൽ ഒരു ഹൃദയമിടിപ്പ് മാത്രമേ കേട്ടിരുന്നുള്ളൂ. ആ ഡോക്ടർമാരുടെ നിഗമനങ്ങളെയെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഫ്ലോറൻസ് ഇരട്ട പെൺകുട്ടികൾക്ക് ജന്മം നൽകിയത്.
ഈ വാർത്ത കേട്ടപ്പോൾ ജോണിൻ്റെ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. അവൻ ഉടൻ തന്നെ ചോദിച്ചു, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾ ഇരട്ടകളാണെന്ന്. തുടർന്ന് ജോൺ സാവധാനം ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. കാൽവിരൽ തൊട്ട് തലമുടി വരെ അവരെ ഓരോരുത്തരായി അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. അതിലൊരു കുഞ്ഞിൻ്റെ നെറ്റിയുടെ വലതുഭാഗത്ത് ഒരു ചെറിയ മറുക് പോലൊരു പാടുണ്ടായിരുന്നു. അത് എന്തിന് സമാനമായിരുന്നെന്നറിയാമോ? പണ്ട് ജാക്വലിൻ സൈക്കിളിൽ നിന്ന് വീണപ്പോൾ നെറ്റിയിലുണ്ടായ ആഴത്തിലുള്ള മുറിപ്പാടിന് അതേപടി സമാനമായിരുന്നു അത്. ഇത് കണ്ടതും ജോൺ പറഞ്ഞു, ദാ കണ്ടോ, ഇത് അത് തന്നെയാണ്. ജോണിൻ്റെ വിശ്വാസം ഇരട്ടിയാകുകയായിരുന്നു. എൻ്റെ മക്കൾ തിരികെ വന്നിരിക്കുന്നു. ജോവാനയും ജാക്വലിനും തിരികെ എത്തിയിരിക്കുന്നു. പുനർജന്മം സത്യമാണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ആ ഇരട്ട കുട്ടികൾക്ക് അവർ പേരുകളിട്ടു. ആദ്യം ജനിച്ച കുട്ടിക്ക് ഗില്യൻ എന്നും നെറ്റിയിൽ മറുകുള്ള രണ്ടാമത്തെ കുട്ടിക്ക് ജെന്നിഫർ എന്നും പേരിട്ടു. അവർ ജോവാന, ജാക്വലിൻ എന്നീ പേരുകൾ വീണ്ടും നൽകിയില്ല. മറിച്ച് ഗില്യൻ, ജെന്നിഫർ എന്നായിരുന്നു അവരെ വിളിച്ചത്. ഗില്യൻ്റെയും ജെന്നിഫറിൻ്റെയും വരവ് പൊളോക്ക് കുടുംബത്തിലേക്ക് വീണ്ടും സന്തോഷങ്ങൾ തിരികെ കൊണ്ടുവന്നു. അവർ ജനിച്ചതിന് ശേഷം ജോവാനയുടെയും ജാക്വലിൻ്റെയും ആത്മാക്കളുടെ സാന്നിധ്യം തനിക്ക് ആ വീട്ടിൽ പിന്നീട് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് ജോൺ വെളിപ്പെടുത്തി. ജോണിൻ്റെ അഭിപ്രായത്തിൽ ജോവാനയുടെയും ജാക്വലിൻ്റെയും ആത്മാക്കൾ ഗില്യൻ്റെയും ജെന്നിഫറിൻ്റെയും ശരീരത്തിലൂടെ ശരിക്കും പുനർജനിച്ചിരിക്കുന്നു എന്നായിരുന്നു. ഈ ഒരു കടുത്ത വിശ്വാസമാണ് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ട ആ വലിയ സങ്കടത്തിൽ നിന്ന് കരകയറാൻ ആ സമയത്ത് ജോണിനെ സഹായിച്ചത്. അതേസമയം ഫ്ലോറൻസിന് തൻ്റെ മുൻപത്തെ 2 മക്കളായ ജോവാനയ്ക്കും ജാക്വലിനും സംഭവിച്ച ആ വലിയ ദുരന്തം മറക്കാൻ കഴിയില്ലായിരുന്നു. അവരുടെ വേർപാട് സൃഷ്ടിച്ച ആ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് പുതിയ കുട്ടികളെ സ്വീകരിക്കാൻ അവൾക്ക് തയ്യാറെടുക്കേണ്ടി വന്നത്. ഫ്ലോറൻസിൻ്റെ ഉള്ളിൽ മറ്റൊരു ആശങ്ക കൂടിയുണ്ടായിരുന്നു. ഗില്യനെയും ജെന്നിഫറിനെയും മരിച്ചുപോയ 2 പെൺകുട്ടികളുടെ പകരം വയ്ക്കലുകളായി മാത്രം ആരും കാണരുത് എന്നവൾ ആഗ്രഹിച്ചു. തൻ്റെ മക്കളായ ഗില്യനും ജെന്നിഫറിനും മുൻകാല ഓർമ്മകളുടെ വെറുമൊരു നിഴലുകളാകാതെ പുതിയ വ്യക്തിത്വമുള്ള കുട്ടികളായി തന്നെ സ്നേഹിക്കപ്പെടണം എന്നവൾ ആഗ്രഹിച്ചു. ആ ഒരു ചിന്ത കാരണം ഇരട്ട കുട്ടികൾക്ക് 9 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഹെക്സാം എന്ന തങ്ങളുടെ പ്രദേശം വിട്ട് വില്ലി ബേ എന്ന പുതിയൊരു സ്ഥലത്തേക്ക് മാറാൻ ഫ്ലോറൻസ് തൻ്റെ ഭർത്താവിനെയും കുടുംബത്തെയും നിർബന്ധിച്ചു. ജോവാനയുടെയും ജാക്വലിൻ്റെയും ഓർമ്മകൾ നിറഞ്ഞ ആ സ്ഥലത്തു നിന്ന് മാറി നിൽക്കുന്നതിലൂടെ പഴയകാല ഓർമ്മകളുടെ നിഴലുകളില്ലാതെ തങ്ങളുടെ കുടുംബത്തിന് ഒരു പുതിയ ജീവിതം തുടരാൻ കഴിയുമെന്ന് ഫ്ലോറൻസ് പ്രത്യാശിച്ചു. ജോണും അത് സമ്മതിച്ചു. അങ്ങനെ അവർ ഹെക്സാമിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ വച്ചും ജോവാനയുടെയും ജാക്വലിൻ്റെയും ഓർമ്മകൾക്ക് ഗില്യനെയും ജെന്നിഫറിനെയും വിട്ടുപോകാൻ കഴിഞ്ഞില്ല. പൊളോക്ക് ഇരട്ടക്കുട്ടികൾ വളരും തോറും അവർ മരിച്ചുപോയ തങ്ങളുടെ ചേച്ചിമാരെ പോലെയായി മാറാൻ തുടങ്ങി. ഗില്യൻ ജോവാനയെ പോലെ വളർന്നു, അതായത് മരിച്ചുപോയ മൂത്ത ചേച്ചിയെ പോലെ. അവളുടെ ശരീരം മെലിഞ്ഞതായിരുന്നു. സ്വയം കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം, സ്നേഹമുള്ളവൾ, അഭിനയിക്കാൻ ഇഷ്ടമുള്ളവൾ. അവൾ സർഗാത്മകതയുള്ളവളായിരുന്നു. വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെട്ടു. ഗില്യൻ നടക്കുന്ന രീതി പോലും മരിച്ചുപോയ ജോവാനയുടേതിന് സമാനമായിരുന്നു. എന്നാൽ ജെന്നിഫർ ആകട്ടെ ജാക്വലിനെ പോലെയായിരുന്നു വളർന്നത്. കൊഞ്ച് വളരുന്ന സ്വഭാവം. എപ്പോഴും മൂത്തവളായ ഗില്യനെ ആശ്രയിക്കുന്ന കൂട്ടത്തിലായിരുന്നു അവൾ. ജെന്നിഫറിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ മറുക് പണ്ട് ജാക്വലിനുണ്ടായിരുന്ന മുറിപ്പാടിന് പൂർണ്ണമായും സമാനമായി മാറി. ആ സമയത്തൊക്കെയും അമ്മ ഫ്ലോറൻസ് പുനർജന്മം എന്ന ആശയത്തെ ശക്തമായി എതിർത്തിരുന്ന ഒരാളായിരുന്നു. എന്നാൽ അവൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ചില സംഭവങ്ങൾ ഫ്ലോറൻസിൻ്റെ ആ വിശ്വാസത്തെ പോലും സാവധാനം ഉലയ്ക്കാൻ തുടങ്ങി. ആദ്യത്തെ സംഭവം നടക്കുന്നത് ഗില്യനും ജെന്നിഫറിനും 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. ഒരു ദിവസം അമ്മ ഫ്ലോറൻസ് മുമ്പ് വീട് മാറിയപ്പോൾ കൊണ്ടുവന്ന മരിച്ചുപോയ ജോവാനയുടെയും ജാക്വലിൻ്റെയും പഴയ കളിപ്പാട്ടങ്ങളടങ്ങിയ ഒരു പെട്ടി പുറത്തെടുത്ത് പരിശോധിക്കുന്നത് കണ്ടതും ഗില്യൻ പെട്ടെന്ന് പറഞ്ഞു, ആ അത് മേരിയാണ്, എൻ്റെ പാവ. തൊട്ടടുത്ത് നിന്ന ജെന്നിഫർ മറ്റൊരു പാവയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഇത് സൂസൻ, ഇതെൻ്റേതാണ്. ഇത് കേട്ടതും ഫ്ലോറൻസ് ആകെ തരിച്ചുപോയി.
കാരണം ആ കുട്ടികൾ ആദ്യമായിട്ടാണ് ആ കളിപ്പാട്ടങ്ങൾ കാണുന്നത്. ഫ്ലോറൻസ് ഒരിക്കൽ പോലും പാവകളുടെ പേരായ മേരി എന്നോ സൂസൻ എന്നോ ആ കുട്ടികളുടെ മുന്നിൽ വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടികളോട് മരിച്ചുപോയ തങ്ങളുടെ ചേച്ചിമാരെക്കുറിച്ച് മാതാപിതാക്കൾ അതുവരെ യാതൊരു വിവരവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ അന്ന് വിളിച്ച ആ പേരുകൾ പണ്ട് ജോവാനയും ജാക്വലിനും തങ്ങളുടെ പാവകൾക്ക് നൽകിയിരുന്ന അതേ പേരുകൾ തന്നെയായിരുന്നു. അവരെങ്ങനെ ആ പാവകൾ കണ്ടപ്പോൾ ആ പേരുകൾ പറഞ്ഞു എന്നത് ആശ്ചര്യപ്പെടുത്തുന്നത് ഒന്ന് തന്നെയായിരുന്നു. അതായിരുന്നു ആദ്യ സംഭവം. രണ്ടാമത്തെ സംഭവം നേരിട്ടത് പിതാവായ ജോണിനാണ്. ഒരു ദിവസം ജോൺ വീടിന് പെയിൻ്റ് അടിക്കുകയായിരുന്നു. പെയിൻ്റ് ദേഹത്തേക്ക് വീഴാതിരിക്കാൻ ജോൺ ഭാര്യ ഫ്ലോറൻസിൻ്റെ പഴയൊരു വസ്ത്രം പുറത്തുകൂടി ഇട്ടിരിക്കുകയായിരുന്നു. പണ്ട് താമസിച്ചിരുന്ന ഹെക്സാമിൽ പാൽ വിതരണത്തിന് പോകുമ്പോൾ ഫ്ലോറൻസ് ധരിക്കാറുള്ള ഒരു പഴയ തരം വസ്ത്രമായിരുന്നു അത്. അത് കണ്ടതും ഇരട്ടക്കുട്ടികളിൽ ഇളയവളായ ജെന്നിഫർ പെട്ടെന്ന് ചോദിച്ചു, പപ്പ എന്തിനാ അമ്മയുടെ വസ്ത്രം ഇട്ടിരിക്കുന്നത്? അപ്പോൾ ജോൺ പറഞ്ഞു, ഇത് വളരെ പഴയതാ മകളെ, ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പെയിൻറ് ദേഹത്ത് പുരളാതിരിക്കാൻ വെറുതെ എടുത്തിട്ടേക്കുന്നതാ. അപ്പോൾ ജെന്നിഫർ പറഞ്ഞു, ഈ വസ്ത്രമിട്ട് ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട്. പാലും കൊണ്ട് അമ്മ വീടുകളിൽ പോകുമ്പോൾ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഇത് കേട്ടതും ജോൺ കുറച്ച് അസ്വസ്ഥനായി. പാൽ വിതരണമോ? ഹെക്സാമിൽ പഴയ വീട്ടിൽ താമസിച്ചിരുന്ന സമയത്തായിരുന്നു ഫ്ലോറൻസ് പാൽ വിതരണത്തിനൊക്കെ പോയിരുന്നത്. ഇവിടെ പുതിയ താമസ സ്ഥലത്ത് എത്തിയ ശേഷം അവൾ ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് മുതിർന്ന മറ്റ് 4 ആൺകുട്ടികളാണ്. അങ്ങനെ ഇരിക്കെ വെറും 3 വയസ്സുള്ള ജെന്നിഫറിന് എങ്ങനെ അവൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഫ്ലോറൻസ് പാൽ വിതരണത്തിന് പോയിരുന്ന പഴയ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു എന്നായിരുന്നു ചിന്ത. അതുകൊണ്ട് തന്നെ ജോൺ ജെന്നിഫറിനോട് ചോദിച്ചു, ഈ വസ്ത്രം അമ്മ ധരിച്ചിരുന്നു എന്ന് നിനക്കെങ്ങനെ അറിയാം? അമ്മ പാൽ വിതരണത്തിന് പോകുമ്പോൾ അമ്മ എന്നെയും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നല്ലോ എന്നായിരുന്നു ജെന്നിഫറിൻ്റെ മറുപടി. ആ നിമിഷം മുതൽ ജോണിന് കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വ്യക്തമായി തുടങ്ങി. പണ്ട് ഫ്ലോറൻസ് പാൽ വിതരണത്തിന് പോകുമ്പോൾ അന്ന് മൂത്തവളായ ജോവാന സ്കൂളിൽ പോകുന്ന സമയങ്ങളിൽ ചെറിയ കുട്ടിയായ ജാക്വലിനെ അമ്മ ഫ്ലോറൻസ് പാൽ വിതരണത്തിന് കൂടെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതോടെ ജെന്നിഫർ പറയുന്നത് മരിച്ചുപോയ ജാക്വലിൻ്റെ ഓർമ്മകളാണെന്ന് ജോൺ ഉറപ്പിച്ചു. ജെന്നിഫർ ജാക്വലിൻ്റെ പുനർജന്മമാണെന്ന് അവൻ്റെ മനസ്സിൽ ഉറച്ചു. അത്ഭുതങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചില്ല. അടുത്ത സംഭവം നടക്കുന്നത് ആ ഇരട്ടക്കുട്ടികൾക്ക് 4 വയസ്സ് തികഞ്ഞപ്പോഴാണ്. ജോണും ഫ്ലോറൻസും ചേർന്ന് കുടുംബത്തോടെ ഒരു ആവശ്യത്തിനായി തങ്ങളുടെ പഴയ താമസ സ്ഥലമായ ഹെക്സാമിലേക്ക് പോകേണ്ടതായി വന്നു. സാധാരണഗതിയിൽ ഹെക്സാം ആ കുട്ടികൾക്ക് തികച്ചും അപരിചിതമായ ഒരു സ്ഥലമായിരിക്കണം. അവർ ജനിച്ചത് ഹെക്സാമിലാണെങ്കിലും ജനിച്ചതിന് ശേഷം വെറും 9 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് അവർ പുതിയ താമസ സ്ഥലത്തേക്ക് മാറിയത്. അത്രയും ചെറിയ പ്രായത്തിലെ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ലല്ലോ. യുക്തിപരമായി ചിന്തിച്ചാൽ അത്രയും ചെറിയ പ്രായത്തിൽ അവിടെയുള്ള റോഡുകളെക്കുറിച്ചോ അവിടെയുള്ള മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചോ അവിടുത്തെ യാതൊരു ഭൂപ്രകൃതിയെക്കുറിച്ചോ ഉള്ള വ്യക്തമായ ഓർമ്മകൾ ആ കുട്ടികൾക്കുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പോരാത്തതിന് അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യകളോ ഗാഡ്ജറ്റുകളോ ഒന്നുമില്ല. എന്നാൽ ഹെക്സാമിൽ തിരിച്ചെത്തിയ ആദ്യ ദിനം തന്നെ അവിടെയുള്ള പല സ്ഥലങ്ങളും ആ ഇരട്ട കുട്ടികൾക്ക് മുമ്പ് ഒരുപാട് പരിചയമുള്ളതുപോലെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. മരിച്ചുപോയിരുന്ന ജോവാന പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സ്കൂളിലേക്കുള്ള വഴിയും അവർ പോയിരുന്ന പള്ളിയിലേക്കുള്ള വഴിയും ഈ ഇരട്ട കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പണ്ട് തങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ സകല വിവരങ്ങളും അവർക്കറിയാമായിരുന്നു. ജോണും ഫ്ലോറൻസും പണ്ടത്തെ വീടിനെക്കുറിച്ച് ഒരിക്കൽ പോലും ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏറെ വിചിത്രമായ കാര്യം എന്തായിരുന്നു എന്നാൽ ജോവാനയ്ക്കും ജാക്വലിനും ഏറെ പ്രിയപ്പെട്ട പാർക്കും കളിസ്ഥലങ്ങളും വരെ ഗില്ലിയനും ജെന്നിഫറിനും സുപരിചിതമായിരുന്നു എന്നതാണ്. ആ പാർക്കിൽ എത്തിയ ഉടനെ തന്നെ ആ ഇരട്ട കുട്ടികൾ പറഞ്ഞു, വാ നമുക്ക് അങ്ങോട്ട് പോയി കളിക്കാം. അവർ അപ്പോൾ നേരെ പോയതും പണ്ട് ജോവാനയ്ക്കും ജാക്വലിനും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതും അവർ ഏറെ നേരം സമയം ചെലവഴിച്ചിരുന്നതുമായ ആ പാർക്കിൻ്റെ അതേ ഭാഗത്തേക്ക് തന്നെയായിരുന്നു.
ഈ ഇരട്ടക്കുട്ടികൾ ആദ്യമായിട്ടാണ് ആ പാർക്കിൽ വരുന്നതെങ്കിലും ഒരുപാട് തവണ അവർ അവിടെ വന്നുപോയ പരിചയമുള്ളതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഇതിൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വച്ചാൽ, ഗില്ലിയനും ജെന്നിഫറിനും കാറുകളെ വലിയ ഭയമായിരുന്നു എന്നതാണ്. അവരുടെ ജീവിതത്തിൽ കാറുകളുമായി ബന്ധപ്പെട്ട യാതൊരു ദാരുണ സംഭവങ്ങളും നേരിട്ട് അനുഭവിക്കാത്ത കുട്ടികളാണവർ. എന്നിട്ടും ഗില്ലിയനെയും ജെന്നിഫറിനെയും കൊണ്ട് റോഡ് മുറിച്ച് കടക്കാൻ പോകുമ്പോഴൊക്കെ അവർ കടുത്ത ഭയത്തോടെയാണ് കാണപ്പെട്ടത്. ഏതെങ്കിലും കാർ വരുന്നത് കണ്ടാൽ അവർ വെപ്രാളപ്പെടുകയും ഭയപ്പെടുന്നതും പ്രകടമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു സംഭവം കൂടി അവിടെ നടന്നു. അവർ മുമ്പ് ഹെക്സാമിൽ താമസിച്ചിരുന്നപ്പോൾ പോയിരുന്ന പള്ളിയിലേക്ക് കൂടി പോകാൻ അവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവർ നടപ്പാത വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോണും ഫ്ലോറൻസും യാദൃച്ഛികമായി ഗില്ലിയനും ജെന്നിഫറും തമ്മിൽ നടക്കുന്ന സംഭാഷണം കേൾക്കാനിടയായി. അവർ സംസാരിക്കുന്നത് ഒരു കാർ അപകടത്തെക്കുറിച്ചായിരുന്നു. ജീവിതത്തിൽ കാർ അപകടം നേരിട്ട് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്ത കുട്ടികളായിരുന്നു അവർ. അങ്ങനെയുള്ള ആ കുട്ടികൾ കാർ അപകടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ വിചിത്രമാണ്. സംഭാഷണത്തിനിടയിൽ മൂത്തവളായ ഗില്ലിയൻ ജെന്നിഫറിനോട് പറയുന്നത്, നമ്മളിങ്ങനെ നടക്കുമ്പോൾ പുറകിൽ കൂടി ഒരു കാർ വേഗത്തിൽ നമ്മളെ വന്ന് ഇടിച്ചു. അപ്പോൾ നമ്മൾ തെറിച്ചുപോയി. ആ സമയത്ത് നിന്റെ കണ്ണുകളിൽ കൂടി രക്തം വന്നിരുന്നു. നിഷ്കളങ്കമായി ഏതോ ഒരു കഥ പറയുന്നത് പോലെയായിരുന്നു ആ സംഭാഷണം. പക്ഷേ അവർ പറഞ്ഞ ആ കഥ യഥാർത്ഥമായിരുന്നു എന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ സംഭവങ്ങളും യാദൃച്ഛികതകളും കണ്ടപ്പോൾ തന്നെ തൻ്റെ മക്കൾ വീണ്ടും ജനിക്കുക തന്നെ ചെയ്തു എന്ന ജോണിൻ്റെ വിശ്വാസം ഉറയ്ക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് ഗില്ലിൻ്റെയും ജെന്നിഫറിൻ്റെയും കഥ ലോക ശ്രദ്ധ നേടാൻ തുടങ്ങുന്നത്. ഗവേഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കേസ് പഠന വിഷയമാക്കാൻ തുടങ്ങി. എന്നാൽ ഇതോടെ വലിയൊരു ചോദ്യവും ഉയർന്നു വന്നു. പൊളോക്ക് ഇരട്ടക്കുട്ടികൾ ശരിക്കും പുനർജന്മത്തിൻ്റെ തെളിവുകൾ തന്നെയാണോ? അതോ കുടുംബത്തിൻ്റെ ആഘാതം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മനഃശാസ്ത്രപരമായ തോന്നലുകൾ എന്നിവ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ ഇത്? ഗില്ലിൻ്റെയും ജെന്നിഫറിൻ്റെയും കഥ കേട്ടറിഞ്ഞ് പുനർജന്മത്തെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്ന ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ എന്ന പ്രശസ്ത മനോരോഗ വിദഗ്ധന് തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റിയ ഈ അപൂർവ കേസിനോട് കടുത്ത കൗതുകം തോന്നി. ഇയാൻ സ്റ്റീവൻസൺ പൊളോക്ക് ഇരട്ടക്കുട്ടികളായ ഗില്ലിനെയും ജെന്നിഫറിനെയും കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. തൻ്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചു. അതിൽ ഒന്നാമത്തെ സിദ്ധാന്തപ്രകാരം ഇത് പുനർജന്മം തന്നെയായിരിക്കാം എന്നതായിരുന്നു. പുനർജന്മത്തെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ തങ്ങളുടെ പൂർവ്വജന്മം ഓർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ ഒരേപോലെയുള്ള ചില പ്രത്യേകതകൾ ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ കണ്ടെത്തുകയുണ്ടായി. ഒന്നാമതായി, തങ്ങൾക്ക് യാതൊരു തരത്തിലും അറിയാൻ സാധ്യതയില്ലാത്ത ആളുകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ അവർ ഓർത്തെടുക്കുന്നു. തങ്ങളുടെ നിലവിലുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത സംഭവങ്ങളായിരിക്കാം അവ. ജോവാനയുടെയും ജാക്വലിൻ്റെയും സകല ഓർമ്മകളും കൃത്യമായി ഓർത്തുവയ്ക്കാൻ കഴിയുന്ന പൊളോക്ക് ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. രണ്ടാമതായി, ഇത്തരം പൂർവ്വജന്മ ഓർമ്മകളിൽ ഭൂരിഭാഗവും പെട്ടെന്നുള്ളതും ദാരുണവുമായ മരണങ്ങളുമായി ബന്ധപ്പെട്ടവയായിരിക്കും. ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം മരണങ്ങൾ ആത്മാവിൽ വളരെ ആഴത്തിലുള്ള ഒരു മുദ്ര പതിപ്പിക്കുന്നു. അത് അടുത്ത ജന്മത്തിൽ ഓർമ്മകളായും ഭയങ്ങളായും ശീലങ്ങളായും പോരാത്തതിന് ശാരീരിക അടയാളങ്ങളായും വീണ്ടും ഉയർത്തു വരുന്നു. ഉദാഹരണത്തിന്, പൂർവ്വജന്മത്തിൽ നെഞ്ചിൽ വെടിയേറ്റ് മരിച്ച ഒരാൾക്ക് അടുത്ത ജന്മത്തിൽ നെഞ്ചിൽ ഒരു മറുക് കാണപ്പെടാറുണ്ട്. ഇത് ജോവാനയുടെയും ജാക്വലിൻ്റെയും കാര്യത്തിലും തികച്ചും സമാനമാണ്. ദാരുണമായി മരണപ്പെട്ട ജാക്വലിന് നെറ്റിയിലുണ്ടായിരുന്ന അതേ മുറിപ്പാടിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് പുതുതായി ജനിച്ച ജെന്നിഫറിനും മറുകുണ്ടായിരിക്കുന്നത്. മൂന്നാമതായി, ഇത്തരം ഓർമ്മകൾ ശാശ്വതമായി നിലനിൽക്കില്ല. പൂർവ്വജന്മ ഓർമ്മകൾ അവകാശപ്പെടുന്ന ആളുകൾക്ക് പ്രായം കൂടുന്തോറും ആ ഓർമ്മകൾ സാവധാനം നഷ്ടപ്പെടാൻ തുടങ്ങുമെന്ന് ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ കണ്ടെത്തി. സാധാരണയായി 6 മുതൽ 8 വയസ്സുവരെയൊക്കെ എത്തുമ്പോൾ ഈ ഓർമ്മകൾ തനിയെ മാഞ്ഞു പോകും. അത്ഭുതമെന്ന് പറയട്ടെ, ഗില്ലിൻ്റെയും ജെന്നിഫറിൻ്റെയും കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. അവർക്ക് 5 വയസ്സ് കഴിഞ്ഞതോടെ
ജോവാനയുടെയും ജാക്വലിൻ്റെയും ഓർമ്മകൾ അവരിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞുപോയി. ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഇരട്ടക്കുട്ടികൾ പ്രകടമാക്കിയതിനാലാണ് ഒന്നാമത്തെ സിദ്ധാന്തപ്രകാരം അവർ പുനർജന്മം തന്നെയാണ് എന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ രണ്ടാമത്തെ സിദ്ധാന്തം പറയുന്നത് കുടുംബത്തിൻ്റെ അമിത പ്രതീക്ഷകളും ചിന്തകളുമാണ് ഇതിന് കാരണം എന്നാണ്. മക്കളുടെ വേർപാടുണ്ടാക്കിയ കടുത്ത ദുഃഖവും ആഘാതവും കാരണം ജോണും ഫ്ലോറൻസും അറിയാതെ തന്നെ ജോവാനയുടെയും ജാക്വലിൻ്റെയും ശീലങ്ങളും ഓർമ്മകളും സകല കാര്യങ്ങളും പുതിയ കുട്ടികളായ ഗില്ലിനിലേക്കും ജെന്നിഫറിലേക്കും അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് വച്ചാൽ, ഇരട്ടക്കുട്ടികൾ ഫ്ലോറൻസിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇത്തരം ഓർമ്മകൾ അവരിൽ പതിഞ്ഞിട്ടുണ്ടാകാം. അതിന് വഴിവെച്ചത് പുനർജന്മത്തോടുള്ള ജോണിൻ്റെ തീവ്രമായ ഭ്രമം കാരണം ജോൺ തൻ്റെ ഭാര്യ ഫ്ലോറൻസിനോട് തങ്ങളുടെ മരിച്ചുപോയ കുട്ടികൾ പുനർജനിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ജോൺ തൻ്റെ ഭാര്യയോട് പലപ്പോഴായി ആവർത്തിക്കുന്നത് കാരണം ഫ്ലോറൻസ് ഗർഭിണിയായിരിക്കുകയും തങ്ങളുടെ മരിച്ചുപോയ കുട്ടികളുടെ ജീവിതാന്ത്യം വരെയുള്ള ഓർമ്മകൾ അവൾ പലപ്പോഴായി ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്നത് ഒരു ശീലമായിരുന്നിട്ടുണ്ടാകാം. ഗർഭസ്ഥ ശിശുക്കൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ ചിന്തകളും ഉൾക്കാഴ്ചകളും ആ ഗർഭസ്ഥ ശിശുക്കൾ ഒരു കാന്തമെന്ന പോലെ ആഗിരണം ചെയ്തെടുക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഗില്ലിയനും ജെന്നിഫറും ഫ്ലോറൻസിൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആഗിരണം ചെയ്തെടുത്ത ഓർമ്മകളായിരിക്കാം അവർ ജനിച്ചപ്പോൾ പ്രകടമാക്കിയിരുന്നത് എന്നതായിരുന്നു ആ സിദ്ധാന്തം. മൂന്നാമത്തെ സിദ്ധാന്തം പറയുന്നത് ജനിതകപരമായ വ്യതിയാനങ്ങളാകാം എന്നതാണ്. ഗില്ലിയനും ജെന്നിഫറും സമാനാകൃതിയിലുള്ള ഇരട്ട കുട്ടികളായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ്. അതായത് ഒരൊറ്റ അണ്ഡം രണ്ടായി പിരിഞ്ഞ് രണ്ട് ഭ്രൂണങ്ങളായി മാറിയതാണ്. ശാസ്ത്രത്തിൽ ഇതൊരു പ്രകൃതിദത്തമായ അത്ഭുതമായാണ് കണക്കാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു രസകരമായ വസ്തുതയുണ്ട്. ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകാൻ കുടുംബത്തിൽ പാരമ്പര്യമായി ഇരട്ട കുട്ടികളുള്ള ജനിതക പശ്ചാത്തലം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഐഡൻറ്റിക്കൽ അല്ലാത്ത ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിൽ അമ്മയുടെ വഴിയിലൂടെ പാരമ്പര്യ ജനിതക ഘടന അത്യാവശ്യമാണ്. ഇവിടെ പൊള്ളോക്ക് ഇരട്ടക്കുട്ടികളുടെ ജനനം പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. കാരണം അവർ ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. പൂർവ്വജന്മം പോലുള്ള വിശ്വാസ കാരണങ്ങൾ കൊണ്ടൊന്നുമായിരിക്കില്ല അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയത് എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ ആകസ്മികമായി അപൂർവമായി സംഭവിച്ചു എന്ന് മാത്രം. ഇനി ആ മറവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അതിലും കൃത്യമായ ശാസ്ത്രീയ വിശദീകരണമാണ് നൽകുന്നത്. ഐഡൻറ്റിക്കൽ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ DNA പൂർണ്ണമായും ഒന്ന് തന്നെ ആയിരിക്കണം. അതായത് കൃത്യമായി കോപ്പി പേസ്റ്റ് ചെയ്തതുപോലെ. എന്നാൽ അണ്ഡം പിരിഞ്ഞ് രണ്ട് വ്യക്തികളായി, അതായത് ഗില്ലിയനും ജെന്നിഫറുമായി മാറുന്ന സമയത്ത് ജെന്നിഫറിൻ്റെ ചർമ്മം രൂപപ്പെടുന്ന ഘട്ടത്തിൽ കോശങ്ങൾക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായേക്കാം. അങ്ങനെയാകാം ആ മറുക് രൂപപ്പെട്ടത്. അതുകൊണ്ട് ശാസ്ത്രീയമായി പറഞ്ഞാൽ ജെന്നിഫറിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന മറുക് ചർമ്മത്തിൻ്റെ വളർച്ചയിലുണ്ടായ ഒരു ചെറിയ വ്യതിയാനം മാത്രമായിരിക്കാം. അത് പണ്ട് ജാക്വലിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന മുറിപ്പാടിന് സമാനമായത് വെറുമൊരു ആകസ്മികത മാത്രമായിരിക്കാം. എന്നാൽ സയൻറ്റിഫിക്കലി ഇത് പുനർജന്മമല്ല എന്ന് തെളിയിക്കാൻ ഇത്തരത്തിൽ ശ്രമിക്കുമ്പോഴും ഈ ഇരട്ടക്കുട്ടികളുടെ കാര്യത്തിൽ നിരവധി ആകസ്മികതകൾ ഒത്തുചേർന്നതാണ് ഈ പൊള്ളോക്ക് ഇരട്ടകളെ വ്യത്യസ്തമാക്കുന്നത്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജെന്നിഫറിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ മറുക് പണ്ട് ജാക്വലിനുണ്ടായിരുന്ന മുറിവിൻ്റെ വ്യക്തമായ തെളിവായാണ് കാണുന്നത്. എന്നാൽ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തവർ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ നിരത്തി ഇത് ചർമ്മത്തിലുണ്ടായ ജനിതകപരമായ ഒരു വ്യതിയാനം മാത്രമായി കണക്കാക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാലം മുന്നോട്ട് പോയതോടെ ഗില്ലിയനും ജെന്നിഫറും സാധാരണ കുട്ടികളെപ്പോലെ വളർന്നു. പ്രായം കൂടുന്തോറും ജോവാനയെയും ജാക്വലിനെയും കുറിച്ചുള്ള പഴയ ഓർമ്മകൾ അവരിൽ നിന്നും സാവധാനം മാഞ്ഞുപോയി. ഒടുവിൽ പണ്ട് മാതാപിതാക്കളെയാകെ ഭയപ്പെടുത്തിയ ആ വിചിത്രമായ ഓർമ്മകളൊക്കെയും പൂർണ്ണമായി ഇല്ലാതാവുകയും അവർ ദൈനംദിന ജീവിതത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുകയും ചെയ്തു. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരുടെ വാദമനുസരിച്ച് കുട്ടികൾ സ്കൂൾ പ്രായത്തിലേക്ക് കടക്കുകയും തങ്ങളുടെ പുതിയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ
പൂർവജന്മ ഓർമ്മകൾ മാഞ്ഞു പോകും എന്ന തിയറിയോട് ഇത് തികച്ചും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. മുതിർന്നപ്പോൾ ഗില്ലിയനും ജെന്നിഫറും പ്രശസ്തിയിൽ നിന്നൊക്കെ മാറി തങ്ങളുടേതായ വഴികളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. തങ്ങളുടെ ജീവിതത്തിലെ ഈ വിചിത്ര കഥകൾ വിറ്റ് ജീവിക്കാൻ അവർ ശ്രമിച്ചില്ല. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അവർ പഠിച്ചു, ജോലികൾ ചെയ്തു, കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർ പുനർജന്മത്തിൻ്റെ ജീവിക്കുന്ന തെളിവുകളായല്ല, മറിച്ച് ഭൂരിഭാഗം ആളുകളെക്കാളും വിചിത്രമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു കുട്ടിക്കാലം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കരുതുന്ന സാധാരണ വ്യക്തികളായാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ, കാലം കടന്നു പോയതോടെ മാതാപിതാക്കളായ ജോണിൻ്റെയും ഫ്ലോറൻസിൻ്റെയും കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ജോവാനയുടെയും ജാക്വലിൻ്റെയും പുനർജന്മം തന്നെയാണ് ഗില്ലിയനിലൂടെയും ജെന്നിഫറിലൂടെയും സംഭവിച്ചത് എന്ന വിശ്വാസത്തിൽ ജോൺ ഉറച്ചു നിന്നു. എന്നാൽ ആദ്യമൊക്കെ പുനർജന്മമെന്ന ആശയത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഫ്ലോറൻസ് ആകട്ടെ, കേവലം യുക്തിക്ക് നിരക്കാത്ത പല സംഭവങ്ങളും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതോടെ തൻ്റെ നിലപാടുകളിൽ സാവധാനം മാറ്റം വരുത്താൻ തുടങ്ങി. ഗില്ലിൻ്റെയും ജെന്നിഫറിൻ്റെയും വളർച്ച നേരിൽ കണ്ട ഫ്ലോറൻസിൻ്റെ വിശ്വാസങ്ങൾ ഉലയാൻ തുടങ്ങുകയും പലപ്പോഴും അവൾ അന്തർമുഖയായി മാറുകയും ചെയ്തു. മറുഭാഗത്ത് ഗവേഷകരും സംശയദൃഷ്ടിയോടെ കാര്യങ്ങൾ കാണുന്നവരും ഈ സംഭവത്തെ മക്കളുടെ വേർപാടിലുണ്ടാകിയ സങ്കടം, ഓർമ്മകൾ, മാതാപിതാക്കളുടെ സ്വാധീനം, കുട്ടികളുടെ മാനസിക വളർച്ച എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമായാണ് വിലയിരുത്തിയത്. അങ്ങനെ വിവിധ വീക്ഷണകോണുകളിലൂടെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കണ്ടത്. ഒടുവിൽ പൊള്ളോക്ക് ഇരട്ടക്കുട്ടികളുടെ കേസ് രണ്ട് ചിന്താഗതികൾക്കിടയിൽ ഉത്തരം കിട്ടാത്ത ഒന്നായി നിലകൊള്ളുന്നു. ഒരു വശത്ത് മരണാനന്തര ജീവിതത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥയായി ഇത് മാറിയപ്പോൾ, മറുഭാഗത്ത് മാനസികാഘാതം, ജനിതകശാസ്ത്രം, വളരുന്ന സാഹചര്യം, ഓർമ്മകൾ എന്നിവ എങ്ങനെ കൂട്ടിച്ചേർന്നാണ് അമാനുഷികമെന്ന് തോന്നിപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ ചർച്ചാ വിഷയമായി ഇത് നിലകൊള്ളുന്നു. അപ്പോൾ പൊള്ളോക്ക് ഇരട്ടക്കുട്ടികളുടെ പുനർജന്മ രഹസ്യത്തെക്കുറിച്ചുള്ള കഥ ഇതായിരുന്നു. ഇന്നും ഇവരുടെ കഥ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ തുടരുന്നു. ഇത് ആധുനിക ലോകത്തിലെ പുനർജന്മത്തിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണോ, അതോ ജോവാനയുടെയും ജാക്വലിൻ്റെയും വേർപാടിന് ശേഷം പൊള്ളോക്ക് കുടുംബത്തിനുണ്ടായ കടുത്ത ദുഃഖവും അതിൽ നിന്നുണ്ടായ തോന്നലുകളും ആകസ്മികതകളും മാത്രമാണോ? പുനർജന്മം, മാതാപിതാക്കളുടെ സ്വാധീനം, ജനിതകപരമായ വിശദീകരണങ്ങൾ എന്നിങ്ങനെ നിരവധി തിയറികളും ഉദാഹരണങ്ങളും മുന്നിലുള്ളപ്പോൾ ഇതിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചിരിക്കുന്നു. സത്യത്തിൽ ജോവാനയുടെയും ജാക്വലിൻ്റെയും വിധി ഓർക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. 4 ആൺകുട്ടികൾക്ക് ശേഷം പൊള്ളോക്ക് ദമ്പതികൾ ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന് ലഭിച്ച പെൺമക്കളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളുടെ വേർപാടിൽ ജോണും ഫ്ലോറൻസും ആകെ തകർന്നു പോയതിലും ആ സങ്കടത്തിൽ നിന്ന് കരകയറാൻ പ്രയാസപ്പെട്ടതിലും ഒട്ടും അത്ഭുതപ്പെടാനില്ല. എന്നാൽ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന പാഠമുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിനുണ്ടാകുന്ന സങ്കടം സ്വാഭാവികമാണ്. ഒരിക്കലും തിരികെ വരാത്ത ഒരാളെ ഓർത്ത് വിതുമ്പുന്നത് തികച്ചും മാനുഷികമായ ഒന്നാണ്. എങ്കിലും വേർപാടിൻ്റെ ദുഃഖം എത്രത്തോളം കഠിനമായിരുന്നാലും ഓരോ വ്യക്തിക്കും അവരുടേതായ സ്ഥാനവും സമയവും ഉണ്ടെന്ന് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയവരുടെ തീവ്രമായ ഓർമ്മകൾ കാരണം മറ്റൊരാളിൽ ആ വ്യക്തിയെ കണ്ടെത്താൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം മറ്റൊരാൾ ഉപേക്ഷിച്ചു പോയ ശൂന്യത നികത്താനുള്ള വെറും ഒരു പകരക്കാരനായി മാറുവാൻ ഈ ലോകത്ത് മറ്റാരും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത വീഡിയോയ്ക്കുള്ള നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ലോകത്ത് നടന്ന വളരെ രസകരവും നിഗൂഢതകൾ നിറഞ്ഞ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.